ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സനസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് കൂടുതൽ എണ്ണയിലിട്ട് മുക്കിപ്പൊരുക്കി ഒന്നും ചെയ്യാതെ വളരെ കുറച്ച് മാത്രം ഓയിൽ യൂസ് ചെയ്തിട്ട് നേന്ത്രപ്പഴം വെച്ചുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ്. നേന്ത്രപ്പഴമൊക്കെ നമ്മുടെ വീട്ടിൽ നല്ലപോലെ പഴുത്തിരിക്കുന്നുണ്ടെങ്കിലും നമുക്ക് കഴിക്കാൻ വളരെ മടിയായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള സ്നാക്കൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളാണെന്നുണ്ടെങ്കിലും വളരെ ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കും. ഞാനിവിടെ കുറച്ച് അധികം പഴം എടുത്തിട്ടുണ്ട്. അതൊക്കെ തൊലി കളഞ്ഞ് ഇതുപോലെ പീസായി കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. പഴമൊക്കെ കറുത്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ വളരെ മടിയായിരിക്കും. കുട്ടികളാണെന്നുണ്ടെങ്കിലും ഒട്ടും കഴിക്കില്ല. അപ്പോൾ ഇതുപോലുള്ള സ്നാക്ക് റെഡിയാക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ കഴിക്കാൻ കഴിയുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും വളരെ ഈസിയാണ്. ഇപ്പോൾ ഇതാ പഴമൊക്കെ ഞാനിവിടെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന പഴം അത്യാവശ്യം നല്ല പഴുത്ത പഴമാണ്. അപ്പോൾ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്താലും കുഴപ്പമില്ല. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അതൊക്കെ ഒന്ന് ഉടഞ്ഞു വരും. അപ്പോൾ ഇതാ ഞാനിവിടെ മുഴുവൻ പഴം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓയിലിന് പകരം നെയ്യ് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമാണ്. പഴമൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കാം. നല്ല പഴുത്ത പഴമായതുകൊണ്ട് നമുക്ക് കൂടുതൽ സമയത്ത് കുക്ക് ചെയ്തെടുക്കേണ്ടെന്ന് ആവശ്യം ഉണ്ടാവില്ല. വളരെ പെട്ടെന്ന് തന്നെ അത് കുക്കായി വരും. അതുപോലെ ഞാനിവിടെ എടുത്തിട്ടുള്ള പഴത്തിൽ ഓൾറെഡി നല്ല മധുരമുണ്ട്. നല്ല പഴുത്തതായിട്ട് നല്ല മധുരമുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ അഡീഷണലി ഷുഗർ ചേർത്ത് കൊടുക്കുന്നില്ല. മധുരം ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ശർക്കരയോ അല്ലെങ്കിൽ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ പഴമൊക്കെ അത്യാവശ്യം ഇവിടെ ഉടഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ 2 ഏലക്കായ 1 ടീസ്പൂൺ പഞ്ചസാരയിലിട്ട് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്കായുടെ പൊടി സെപ്പറേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നല്ലപോലെ തന്നെ മിക്സാക്കി എടുക്കാം. ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. പഴവും തേങ്ങയും അതുപോലെ ഏലക്കായുടെ പൊടിയൊക്കെ ചേർത്ത് കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിത് നല്ലപോലെ ഉടച്ചെടുത്തതിന് ശേഷം കുറച്ച് സമയം തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമുക്കിവിടെ കുറച്ച് ബ്രെഡ് ക്രംസ് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു 6 സ്ലൈഡ് ബ്രെഡോളം മിക്സിയിലിട്ട് നല്ലപോലെ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറേശ്ശെയായിട്ട് നമ്മുടെ പഴത്തിൻ്റെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ആദ്യം ഒരു പകുതിയോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് മിക്സാക്കി നോക്കാം. എന്നിട്ട് കയ്യിലിട്ട് ഉരുട്ടിയെടുക്കാനൊക്കെ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മതി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിതിവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ബ്രെഡ് ക്രംസിൻ്റെ ആവശ്യം വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് നട്ട്സൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. കാഷ്നട്ടും ബദാമൊക്കെ പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇപ്പോൾ ഇതാ ഞാനിവിടെ ആ മുഴുവൻ ബ്രെഡ് ക്രംസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് കയ്യിൽ വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ. ഞാനിവിടെ ബോൾസ് ആക്കി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലെടുക്കാം, പരത്തിയെടുക്കാം. അതുപോലെ നമ്മൾ ഉന്നക്കായൊക്കെ റെഡിയാക്കി എടുക്കുന്ന അതേ ഷേപ്പിലെടുക്കാം. നമുക്ക് ഏത് ഷേപ്പ് വേണോ അതേ ഷേപ്പിലെടുക്കാവുന്നതാണ്. ഇനി ഇതിൽ ബ്രെഡ് ക്രംസിന് പകരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്തെടുക്കാം. ഗോതമ്പ് പൊടി ഇതിലിട്ട് നല്ലപോലെ തന്നെ മിക്സാക്കി എടുത്താൽ മതി. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി റെഡിയാക്കി എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. ഇപ്പോൾ ഇതാ ഞാനിവിടെ മുഴുവനായിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോ 2 ടീസ്പൂണോളം ഓയിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നെയ്യ് ഉണ്ടെന്നുണ്ടെങ്കിൽ നെയ്യും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഓയിൽ ചട്ടിയുടെ ഭാഗത്ത് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഓയിലൊക്കെ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേന്ത്രപ്പഴവും അതുപോലെ ബ്രെഡ് ക്രംസൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കരിയാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇതാ ഈ രീതിയിലൊക്കെ ആകുമ്പോൾ ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് 2 സൈഡ് ഒരു ബ്രൗൺ കളറായി വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത്
ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. ഇപ്പോൾ ഇതാ നമ്മൾ ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബനാന സ്നാക്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമാണ്. നല്ല പഴുത്ത നേന്ത്രപ്പഴമൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ചായയൊക്കെ തിളക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റിയുമാണ്, അതുപോലെ ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യണേ. വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.